ഏതാണ്ട് 100 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. വീട്ടിൽ നിന്ന് നടന്നു വന്ന് ഈ ഹോട്ടലിൽ വന്നിരുന്ന് ഈ അമ്മ രാവിലെ ആഹാരം കഴിക്കും, തിരിച്ച് വീട്ടിൽ പോകും. ഇതൊക്കെ വലിയ ഭാഗ്യമാണ്. കണ്ടോ, വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പുള്ളിക്കാരത്തി വന്ന് ആഹാരം കഴിച്ചിട്ട് മടങ്ങിപ്പോകും. കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ദുഃഖം, തമിഴ്നാട്ടിൽ കൂടിപ്പോയതിൻ്റെ കുഴപ്പം. നോക്കുക, മാങ്ങകൾ എന്തുമാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നതെന്ന് നോക്കിക്കേ. ഒരു മാങ്ങ ഏതാണ്ട് 1 കിലോ വലുപ്പമുള്ള മാങ്ങയാണ് ഇവിടെ കിടന്ന് ഇതിങ്ങനെ നശിച്ചു പോവുക. ഞാൻ വല്ലപ്പോഴും വന്ന് ഈ തോട്ടത്തിൽ നിന്ന് ഓരോന്ന് പറിച്ച് കഴിച്ചുകൊണ്ടിരുന്ന, ഇന്നിപ്പം ഈ പൾപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നവർ വന്ന് ഇവിടുത്തെ ബാക്കിയെല്ലാം മാങ്ങയും പറിച്ചുകൊണ്ട് പോയി. ഇവരിത് പൾപ്പാക്കിയിട്ടാണ് നമുക്ക് മാംഗോ ജ്യൂസായിട്ട് തരുന്നത്. ഏതാണ്ട് കിലോയ്ക്ക് ഏതാണ്ട് 5 രൂപയോ എങ്ങാണ്ട് വെച്ച് ഈ തോട്ടോടമയ്ക്ക് കൊടുത്തു. അല്ലെങ്കിൽ ഇത് മൊത്തം ഇതുപോലെ താഴെ വീണ് വേസ്റ്റായി പോകും. അപ്പം ഒരിടത്ത് ദുഃഖമാണെങ്കിൽ ഒരിടത്ത് ഇത് കൂടുതലുണ്ടായതിൻ്റെ ദുഃഖം. ഇത് തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമമാണ്. മോടിക്കുപ്പം എന്ന് പറയും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് കൂട്ടി ഉള്ള ഒരു സ്ഥലമാണ്. മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്. നോക്കിയേ, ഉൾഗ്രാമത്തിൽ ഉള്ള ഒരു ബാർബർ ഷോപ്പാണ്. പഴമയെ തോന്നിപ്പിക്കുന്ന, നമ്മുടെ കാലത്തൊക്കെ കുഞ്ഞിലെയൊക്കെ ഒരു പക്ഷെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കാം. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒരു വലിയ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഒരു എ സിക്കകത്തിരുന്ന് നമ്മൾ ഷേവ് ചെയ്യുന്ന പോലൊരു പ്രതിനിധിയാണ് ഇതിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഞാൻ എൻ്റെ തലയൊക്കെ അങ്ങ് മൊട്ടയടിച്ച് മീശയൊക്കെ എടുത്ത് നല്ല അടിപൊളി അങ്ങ് ആക്കി. 100 രൂപ ഞാൻ പുള്ളിക്കാരന് അതിൽ കൂടുതലങ്ങ് കൊടുത്തു. എന്നാന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു തന്നു. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് മോടിക്കുപ്പം എന്നാണ്. അതാ ഇവിടെ ബോർഡുണ്ട്. നിങ്ങളിനി നാളെ പറയരുത് ഞാനത് വെറുതെ പറഞ്ഞതാണെന്ന് പറയരുത്. മോടിക്കുപ്പം കണ്ടോ? ഓക്കെ. രാഘൂൽ മിൽക്കി മിസ്റ്റ് കമ്പനിയിലെ വണ്ടി കഴുകും രാഘൂല്. മിൽക്കി മിസ്റ്റ് കമ്പനിയിലെ വണ്ടി കഴുകും രാഘൂല്. ബംഗാളിയാണോ ബീഹാറിയാണോ ജാർഖണ്ഡിയാണ്, ഇവനാള് സൂപ്പറാണ്, 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 സൂപ്പറാണ്.